ഹായ് ഫ്രണ്ട്സ്, സെൽഫ് സ്റ്റഡി PSCയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്ന് നമുക്ക് മന്ത്ലി കറണ്ട് അഫയേഴ്സിൻ്റെ 2024 ഫെബ്രുവരി പാർട്ട് 1 ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തുടർച്ചയായി 6 തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ കേന്ദ്ര വനിതാ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായിയാണ്. 10 തവണയാണ് അവതരിപ്പിച്ചത്. ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. പാർട്ടി ജാർഖണ്ഡ് മുക്തി മോർച്ച. 2024 സർക്കാരിനെതിരെയും യൂറോപ്യൻ യൂണിയനെതിരെയുമായി കർഷക വിരുദ്ധ സമരം നടക്കുന്ന യൂറോപ്യൻ രാജ്യം ബെൽജിയം. നേരത്തെ ഫ്രാൻസിലും സർക്കാരിനെതിരെ സമരം നടക്കുന്നുണ്ട്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ് ഷായ. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഉദയം. സൗദി അറേബ്യയിൽ നടന്ന ഓഫ് റോഡ് മത്സരമായ ഡെക്കാർ റാലിയിൽ ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം ഹാരിത് നോവ മലയാളിയാണ്. ബൈക്ക് റാലി 2 വിഭാഗത്തിലാണ് ചാമ്പ്യൻ പട്ടം. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. 2024 പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. രാജ്യത്തെ വാക്സിൻ കുത്തിവയ്പ് ഏകോപിപ്പിക്കുന്നതിന് വിവരങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള പോർട്ടൽ യു-വിൻ. 2022-23 വർഷത്തെ റിപ്പോർട്ട് പ്രകാരം സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൻ്റെ വളർച്ച 6.6%. തമിഴ് ചലച്ചിത്ര താരം വിജയ് ആരംഭിച്ച രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകം. 2024 ജനുവരിയിൽ ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ചത് പൂയം തിരുനാൾ ഗൗരി പാർവതി ഫായിക്ക്. 2024 ജനുവരിയിൽ മെഡൽ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ലഭിച്ച മലയാളി ഡോക്ടർ കുരുവിള മാത്യു. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽത്തീരങ്ങൾക്ക് FEE ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കോഴിക്കോട് കാപ്പാട് ബീച്ചിന്. 1924 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോഴിക്കോട് നിന്നും ആരംഭിച്ച ഏത് പത്രത്തിനാണ് 100 വർഷം തികയുന്നത്? അൽ അമീൻ. തമിഴ്നാടിൻ്റെ 18ാമത് വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ആദ്യ ഇന്ത്യൻ തുഴച്ചിൽ താരം വിഷ്ണു ശരവണൻ, തമിഴ്നാട്. കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ വന്ധ്യതാ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ജനനി പദ്ധതി. 2012 അമ്മയും കുഞ്ഞും എന്ന പേരിൽ കണ്ണൂരിലാണ് ആദ്യമായി പദ്ധതി ആരംഭിച്ചത്. ചെടിയിൽ നിന്ന് പുതുമണ്ണിൻ്റെ മണമുള്ള അത്തർ മിട്ടിക്ക അത്തർ വികസിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, പാലോട് ഗവേഷണ കേന്ദ്രം. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി പൊക്രാൻ. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹതാരി വന്ദൻ യോജന പദ്ധതി ആരംഭിച്ചത് ഛത്തീസ്ഗഡ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ ആത്മകഥ അതിജീവനം. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് ബിൽ പാസാക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി കാസർഗോഡ്. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാലൻ.
ആദ്യ കടലാസുരഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. 2024 കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. 2023 പുരസ്കാരം ലഭിച്ചത് പ്രഭ വർമ്മയ്ക്കായിരുന്നു. 2023 വാർഷിക റാങ്കിങ്ങിൽ രാജ്യത്തെ മികച്ച 9ാമത്തെ പോലീസ് സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്ത പോലീസ് സ്റ്റേഷൻ കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ സംസ്ഥാന തലത്തിൽ 1ാമതാണ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് വഴി നടപ്പാക്കുന്ന പദ്ധതി റെസിലിയൻ്റ് കേരള പ്രോഗ്രാം ഫോർ റിസൾട്ട്സ് RKDP. 2019 മുതൽ 27 കാലയളവിലാണ് RKDP വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ നടപ്പാക്കുക. കാലാവസ്ഥാ വ്യതിയാനം, പകർച്ചവ്യാധികൾ, മറ്റു രോഗങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതങ്ങൾക്കെതിരെ കേരളത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ലോകബാങ്ക്, ജർമ്മൻ ബാങ്ക്, രാജ്യാന്തര ഏജൻസികൾ എന്നിവർ സഹകരിച്ചാണ് പദ്ധതിയുടെ വിഹിതം. ഓസ്ട്രേലിയയിൽ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ വരുൺ ഘോഷ്. 1 വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി K-ലിഫ്റ്റ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ ലഡാക്ക്, ഗുൽമാർഗ്. ആദ്യ ഭാഗം ലഡാക്ക്, സെക്കൻഡ് ഭാഗം ഗുൽമാർഗ് എന്നിങ്ങനെയാണ് നടക്കുന്നത്. 2026 ഫുട്ബോൾ ലോകകപ്പ് വേദി USA, കാനഡ, മെക്സിക്കോ. ഉദ്ഘാടന മത്സരം മെക്സിക്കോ. ഫൈനൽ മത്സരങ്ങൾക്ക് വേദിയാകുന്നത് അമേരിക്ക. 2026 ലോകകപ്പ് ടീമുകളുടെ എണ്ണം 48. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റി. ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം. 2024 പ്രമേയം റേഡിയോ അറിയിച്ചും പഠിപ്പിച്ചും രസിപ്പിച്ചും ഒരു നൂറ്റാണ്ട്. 2024-25 സാമ്പത്തിക വർഷം RBI ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച 7%. ഇന്ത്യയും ഏത് അയൽരാജ്യവും തമ്മിലുള്ള പദ്ധതിയാണ് കാലാടൻ മൾട്ടി മോഡൽ ഗതാഗത പദ്ധതി. ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള പദ്ധതിയാണ്. ചരിത്രത്തിൽ ആദ്യമായി തായ്ലാൻഡ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻ്റായി നിയമിതയായ വനിത നുവാൽഫൻ ലാംസാം. സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് പാപനാശം ബീച്ച്, വർക്കല, തിരുവനന്തപുരം. ലോകത്തെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളിലാണ് ഇടം പിടിച്ചത്. ഗോവയിലെ പലോലം, ആൻഡമാനിലെ സ്വരാജ് ബീച്ച് എന്നിവയാണ് പട്ടികയിൽ ഇടം പിടിച്ച മറ്റു ഇന്ത്യൻ ബീച്ചുകൾ. ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്നും കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തുന്ന നാസയുടെ ബഹിരാകാശ ദൗത്യം ഒസിരീസ് റെക്സ്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ, കോഴിക്കോട്. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല വയനാട്. ലീഡ് ബാങ്കിങ്ങിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന, അടൽ പെൻഷൻ യോജന എന്നീ സ്കീമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്.